ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇത്തവണ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഫ്ലിക്സ് ബസ്സിലാണ്. ജർമ്മൻ ഹൈവേസിലെ ചില സ്ഥലങ്ങളിൽ സ്പീഡ് ലിമിറ്റ് ഇല്ല. ഇപ്പോൾ ഈ റോഡ് സിമ്പിൾ ഉണ്ടോ, ഇത് മീൻ ചെയ്യുന്നത് ഇനിയുള്ള സ്ട്രെച്ചിൽ സ്പീഡ് ലിമിറ്റ് ഇല്ല എന്നാണ്. അങ്ങനെ ഏകദേശം ഒരു 6 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ പ്രാഗിലെത്തി. പ്രാഗ് സിറ്റി ഫുള്ള് ട്രാമായിട്ട് കണക്റ്റഡ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാംസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതേപോലത്തെ വിൻറ്റേജ് കാറുകളിൽ സിറ്റി ടൂർ പ്രാഗിലെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സിന് എന്തോ ഇഷ്യൂ കാരണം ടിക്കറ്റ് എടുക്കാൻ കുറച്ച് പാട് വിട്ടു. പക്ഷെ എന്നാലും അവസാനം ഞങ്ങളത് എടുത്തു കേട്ടോ. നമ്മൾ ടിക്കറ്റ് മെഷീനിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ഇതേപോലത്തെ ടിക്കറ്റ് വാലിഡേറ്റ് മെഷീനിലിട്ട് വാലിഡേറ്റ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഡെപ്തിലുള്ള ഒരു എസ്കലേറ്റർ കാണുന്നത്. ഇതിവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രാമുകളിൽ ഒന്നാണ്. ഇതിന്റെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് നാട്ടിലെ ബസ്സുകളെ എനിക്ക് ഓർമ്മ വരും. നല്ല ഹൈറ്റും ഉണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിലെത്തി. ഞങ്ങൾ എടുത്തേക്കുന്നത് 8 ബെഡുള്ള ഒരു ഡോർമെട്രി ആണ്. ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പ്രാഗിൻ്റെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പ്രാഗ് സിറ്റി നൈറ്റിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എസ്പെഷ്യലി ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനും അവർ നല്ല രീതിയിൽ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പ്രാഗിലെ വൺ ഓഫ് ദ ഒതന്റിക് ഫുഡാണ് ചിമ്നി കേക്ക്. സ്പെഷ്യൽ ഡൗ ഒരു കോണിക്കൽ വുഡൻ സിലിണ്ടറിൽ റാപ്പ് ചെയ്തിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കും. ഈ റോസ്റ്റ് ചെയ്ത സാധനം സിനമൺ ആൻഡ് ഷുഗറിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കും. ഇതെന്തോ വലിയ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണെന്നാണ് കേട്ടത്. പക്ഷെ എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ എന്തോ വലിയ സംഭവമാണ്. അപ്പൊ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ക്യാൻഡി ഷോപ്പിലേക്കാണ്. ഇവിടെ പല ടൈപ്പിലുള്ള ക്യാൻഡീസ് അവൈലബിൾ ആയിരുന്നു. ഞങ്ങളതെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി പോകും.
ഇത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ കറൻസിയാണ്. അപ്പോൾ ഇതിന് പറയുന്നത് ചെക്ക് ക്രൗൺ അല്ലെങ്കിൽ കൊറോണ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അസ്ട്രോണോമിക്കൽ ക്ലോക്കാണ്. അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അസ്ട്രോണോമിക്കൽ ക്ലോക്ക് ഇതാണ്. അറൗണ്ട് 614 വർഷം മുന്നെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഇപ്പോഴും ഇതിൻ്റെ മെക്കാനിസത്തിലൊന്നും വലിയ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇതിൻ്റെ കിളിവാതിലേക്കൂടെ 12 ശിഷ്യന്മാർ റൗണ്ട് ചെയ്യും. അതേപോലെ ആ സെയിം സമയത്ത് ഡെത്തിൻ്റെ സിമ്പലായ സ്കെലിട്ടൺ മണിയടിക്കും. അപ്പോൾ ഇത് അവർ ലേഡി ചർച്ചാണ്. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ സംഭവം നോട്ടീസ് ചെയ്യാം. കാരണം യൂഷ്വലി ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ സ്പേസ് ആയിരിക്കും. പക്ഷേ ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ്. 14th and 15th സെഞ്ച്വറി സമയത്ത് വെൽത്തി മെർച്ചൻസിനും ആർട്ടിസ്റ്റിനും ഒക്കെ ഇവിടെ ഒരു വീട് മേടിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഒരു ഡ്രീം. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത ട്രാമുകൾ നമുക്ക് അങ്ങോളം ഇങ്ങോളം ഇവിടെ കാണാൻ പറ്റും. പിറ്റേ ദിവസം നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. ഒരു സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സെക്കൻഡ് ഡേ ആണ്. ക്രിസ്മസ് ടൈമിൽ സിറ്റിയുടെ പല ഭാഗത്തും ഇതേപോലെ റെഡ് കാൻഡിൽസ് ലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഞങ്ങൾ ഒതൻറ്റിക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഓൾഡ് റെസ്റ്റോറൻറ്റിൽ കയറി. എന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫിൻ്റെ ഒരു ഡിഷും അതേപോലെ തന്നെ റോസ്റ്റഡ് പോർക്കിൻ്റെ ഒരു ഡിഷ്. പക്ഷേ എനിക്ക് അതിനകത്ത് ഉണ്ടായിരുന്ന ഉള്ളിയുടെ ടേസ്റ്റ് ഒട്ടും പിടിച്ചില്ല. എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന്. ഇൻസ്റ്റാഗ്രാം റീലിൽ വൈറലായ ഒരു സ്ഥലമാണിത്. നാരോ സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു വഴിയാണ്, ഒരു ഹോട്ടലിലേക്കുള്ള വഴിയാണിത്. പക്ഷേ ആൾക്കാർ ഇതിന് ചുമ്മാ അവിടെ കയറാൻ വേണ്ടി ക്യൂ ആണ്. ഈ വിന്റർ സമയത്ത് ഇത്രയും തണുപ്പും സഹിച്ച് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഇവരെ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. ഇവരെത്ര മണിക്കൂർ ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് വേൾഡിലെ ഏറ്റവും വലിയ ഏൻഷ്യൻ കാസിൽ. ഏകദേശം 70,000 സ്ക്വയർ മീറ്ററോളം ഏരിയയും 570 മീറ്റർ നീളവും അതേപോലെ 130ഓളം മീറ്റർ വീതിയും ഈ കാസിലിനുണ്ട്. എന്താണ് ബെൻസിന് പറയാനുള്ളത്? നല്ല ഏകദേശം 8,000 ബുക്കുകളോളം വെച്ചിട്ടുള്ള ഒരു ഇലസ്ട്രേഷൻ ആണിത്.
പ്രാഗിൽ വന്നാൽ ആരും മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടാണ് ചാൾസ് ബ്രിഡ്ജ്. ഏകദേശം 500 മീറ്റർ നീളവും 10 മീറ്ററും വീതിയോളം ഇതിനുണ്ട്. ഏകദേശം 45 വർഷം എടുത്തു ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. പ്രാഗ് കാസിൽ ആൻഡ് ഓൾഡ് ടൗൺ കണക്ട് ചെയ്യാനാണ് പണ്ട് ഈ ബ്രിഡ്ജ് ഉപയോഗിച്ചിരുന്നത്. ോളം സ്റ്റാച്യൂസ് ഈ ബ്രിഡ്ജിന്റെ 2 സൈഡിലുമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ സൂഷി ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൂഷി ട്രൈ ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചു. Udon noodles with chicken. Udon noodles with chicken. ഉഡോണോ? ഇതിന് വണ്ണമുള്ള noodles ആണ്. അല്ല ഇതിന്റെ വണ്ണം നോക്കിയേ. കഴിച്ച എങ്ങനെയുണ്ട്? സ്പൂൺ തരാൻ പറ. സ്പൂണുണ്ട്. ഇതാണ് എലിവേറ്റർ ഓഫ് ഡെത്ത്. ഇതിന്റെ മേജർ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇത് 24 മണിക്കൂർ റണ്ണിങ് ആണ്. അതേപോലെ തന്നെ ഇതിന് ഡോൾസ് ഇല്ല. പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയ പൊട്ടൻ. അങ്ങനെ 3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറുകയാണ്. ചെക്ക് ചെയ്യുന്ന ഇങ്ങോട്ട് വരുന്ന വഴി ജർമ്മനിയുടെ ബോർഡറിൽ വെച്ച് ജർമ്മൻ പോലീസിൻ്റെ ഒക്കെ ചെക്കിങ്ങും ഉണ്ടായിരുന്നു.